ഹബീബിങ്ങളെ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ യാത്ര മർക്കസ് നോളജ് സിറ്റിയിലെ ആ ഗ്രാൻഡ് ഇഫ്താറിൽ കൂടാൻ കേട്ടോ. നമ്മളൊപ്പം നമ്മളെ ചെങ്ങന്മാരെ കണ്ടിട്ടോ, അതാ കണ്ടോളി, ഇവരാണ് ഒപ്പമുള്ളത്. അങ്ങനെ നമ്മളെ സ്വന്തം നിലമ്പൂരിൻ്റെ അഹങ്കാര പ്ലേസ് ആയിട്ടുള്ള കനോലി പ്ലോട്ടിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചാണ്ട്, അതും നമ്മളെ ചങ്കിൻ്റെ പുതിയ വണ്ടി നമ്മളിങ്ങനെ നോളജ് സിറ്റിയെ ലക്ഷ്യം വെച്ച് ഇങ്ങനെ പോവാട്ടോ. അങ്ങനെ പോയി നമ്മൾ മർക്കസ് നോളജ് സിറ്റിയിൽ എത്തിയിട്ടോ. 125 ഏക്കറിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ എല്ലാം നോക്കിക്കണ്ടു. പക്ഷേ ആ ഉദ്യാനത്തിൻ്റെ നടുവിൽ അതൊന്നും അല്ല ഹൈലൈറ്റ്. നമ്മൾ എവിടെ നോക്കിയാലും നമ്മളങ്ങനെ മാടി വിളിക്കുന്ന നല്ല അടിപൊളി കവാടങ്ങൾ, അതുപോലെ നല്ല പളുങ്ക് പോലത്തെ മിനാരങ്ങൾ. അങ്ങനെ ഈ പുസ്തക സ്വപ്നം കണ്ട ആ അമ്പരചുംബിയായിട്ടുള്ള പള്ളി, അതിനായിട്ട് അതിൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ പള്ളിൻ്റെ പുറമൊക്കെ നമ്മൾ കണ്ടു. ഇനി ഉള്ളൊന്ന് കാണാൻ വേണ്ടിയിട്ട് ചെന്നിട്ടോ. എന്തായാലും കാണേണ്ട കാഴ്ച കേട്ടോ. തിരുശേഷിപ്പുകൾ വെച്ച സ്ഥലങ്ങളും അതുപോലെ ഒന്നൊന്നിനും മെച്ചം ഒക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മദീനത്തെ പള്ളിനെ ഓർമ്മിപ്പിക്കുന്ന തൂണുകൾ. പക്ഷേ ഞാൻ മദീനത്തെ പള്ളിക്കൊന്നും പോയിട്ടില്ല കേട്ടോ. ഒക്കെ ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടില്ല അറിയുള്ളൂ. എന്തായാലും നമുക്കൊക്കെ മദീനത്തേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അല്ലേ. അങ്ങനെ ഇഫ്താറിന് ഏകദേശം സമയമായി തുടങ്ങിയിട്ടോ. അങ്ങനെ വളണ്ടിയേഴ്സ് വന്ന് ലൈനിൽ നിർത്തിയിട്ട് വലിയൊരു തളികയിലേക്ക് 5 ആളെ വെച്ചിരുത്തിയിട്ട് അങ്ങനെ നമ്മൾ ബാങ്ക് പ്രതീക്ഷിക്കണം നിൽക്കാട്ടോ. അൽഹംദുലില്ലാഹ് നോമ്പൊക്കെ തുറന്നിട്ടോ. നോമ്പ് തുറക്കുമ്പോൾ ഒരു കിടിലൻ ആംബിയൻസ് ആട്ടോ അവിടെ. കാരണം ഒരു ഭാഗത്ത് കളർഫുൾ പള്ളി, അവിടെ നിന്ന് ഇങ്ങനെ തസ്ബീഹുകൾ, മറുഭാഗത്ത് വയനാടിൻ്റെ പച്ച പുതച്ച മലനിരകൾ, അവിടുന്ന് വരുന്ന ഇളങ്കാറ്റും. അങ്ങനെ വല്ലാത്തൊരു ആംബിയൻസ് ആണ്, കിടിലനാണ്. പിന്നെ അവിടെ നിന്ന് സൊറവർത്തിലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു ബൂസ്റ്റ് വിൽക്കും കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചിട്ടോ. പിന്നെ പെരുന്നാളൊക്കെ അല്ലേ, ഒരു പെർഫ്യൂമൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് പിരിഞ്ഞു. ഓക്കെ, അസ്സലാമു അലൈക്കും.